അഹമ്മദാബാദിൽ വിമാനാപകടം നടന്ന സ്ഥലവും പരിക്കേറ്റവരെയും പ്രധാനമന്ത്രി നരേന്ദ്രമോദി സന്ദർശിച്ചു. സ്ഥിതിഗതികൾ വിലയിരുത്തിയ പ്രധാനമന്ത്രി പരിക്കേറ്റവർക്ക് മികച്ച ചികിത്സ ഉറപ്പാക്കണമെന്ന് നിർദ്ദേശം നൽകി. അപകടത്തിൽ മരിച്ച മലയാളി രഞ്ജിതയുടെ ബന്ധുക്കൾ നാളെ പുലർച്ചെ അഹമ്മദാബാദിലെത്തും. അഹമ്മദാബാദിൽ എയർ ഇന്ത്യ വിമാനാപകടം നടന്ന സ്ഥലത്തും അപകടത്തിൽ പരിക്കേറ്റവർ ചികിത്സയിലുള്ള സിവിൽ ആശുപത്രിയിലും പ്രധാനമന്ത്രി നരേന്ദ്രമോദി സന്ദർശിച്ചു. അപകടം നടന്ന സ്ഥലത്താണ് പ്രധാനമന്ത്രി ആദ്യം എത്തിയത്. വിമാനത്തിൽ നിന്ന് അത്ഭുതകരമായി രക്ഷപ്പെട്ട ചികിത്സയിലുള്ള രമേശ് വിശ്വാസ് കുമാർ ഉൾപ്പെടെയുള്ളവരെ നരേന്ദ്രമോദി ആശ്വസിപ്പിച്ചു. വിമാനത്താവളത്തിൽ ആഭ്യന്തരമന്ത്രി അമിത്ഷാ, വ്യോമയാന മന്ത്രി മറ്റു ഉദ്യോഗസ്ഥരുമായി യോഗം ചേർന്നുകൊണ്ട് സ്ഥിതിഗതികൾ വിലയിരുത്തിയ ശേഷമാണ് പ്രധാനമന്ത്രി മടങ്ങിയത്. ഇന്നലെ രാത്രി ഗുജറാത്തിലെ ചീഫ് മിനിസ്റ്റർ ഭൂപേന്ദ്ര പട്ടേൽ, അതുപോലെ തന്നെ ഹോം മിനിസ്റ്റർ അമിത്ഷാ, അവർ രണ്ടുപേരും ഇന്നലെ രാത്രി ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. എല്ലാ കാര്യങ്ങളും നിരീക്ഷിച്ചിട്ടാണ് പോയത്. ഇന്ന് പ്രൈം മിനിസ്റ്റർ വന്നു. ഈ സംഭവം നടന്ന സ്ഥലവും അതുപോലെ തന്നെ ഹോസ്പിറ്റലും സന്ദർശിച്ചിട്ടാണ് പോയിരിക്കുന്നത്. അപ്പം ഈ അപകടത്തിൽ ഹോസ്പിറ്റലിലെ ചികിത്സയിലുള്ള ആൾക്കാരുടെ കാര്യങ്ങളും അതുപോലെ തന്നെ മരണമടഞ്ഞവരുടെ ബോഡി വിട്ടുകൊടുക്കുന്ന കാര്യത്തിൽ എല്ലാവർക്കും എത്രയും പെട്ടെന്ന് തന്നെ വേണ്ട നടപടികൾ സ്വീകരിക്കണം എന്നുള്ള ഒരു നിർദ്ദേശങ്ങളൊക്കെ കൊടുത്തിട്ടാണ് പോയിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം രാത്രി തന്നെ ആഭ്യന്തരമന്ത്രി അമിത്ഷാ ദുരന്ത സ്ഥലത്തെത്തിയിരുന്നു. വിമാന ദുരന്തത്തിൽ 290-ലധികം പേർ മരിച്ചിട്ടുണ്ട്. 2 പതിറ്റാണ്ടിനിടെ രാജ്യം സാക്ഷ്യം വഹിച്ച ഏറ്റവും വലിയ വിമാനാപകടമാണ് അഹമ്മദാബാദിൽ സംഭവിച്ചത്. വിമാനത്താവളത്തിൽ നിന്ന് പറന്നുയർന്ന മിനിറ്റുകൾക്കുള്ളിൽ മേഘാനി നഗറിലെ മെഡിക്കൽ കോളേജ് ഹോസ്റ്റൽ കെട്ടിടത്തിലേക്കാണ് വിമാനം ഇടിച്ചിറങ്ങിയത്. 10 മെഡിക്കൽ വിദ്യാർത്ഥികളും 24 പ്രദേശവാസികളും മരിച്ചിട്ടുണ്ടെന്നാണ് റിപ്പോർട്ട്. തിരിച്ചറിഞ്ഞ മൃതദേഹങ്ങൾ പോസ്റ്റ്മോർട്ടം നടപടികൾ ഉൾപ്പെടെ പൂർത്തിയാക്കി ബന്ധുക്കൾക്ക് വിട്ടുകൊടുക്കാനുള്ള നടപടി പുരോഗമിക്കുകയാണ്. നേരിട്ടെത്തി സ്ഥിതിഗതികൾ വിലയിരുത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പരിക്കേറ്റവർക്ക് മികച്ച ചികിത്സ ഉറപ്പാക്കാൻ നിർദ്ദേശിച്ചിട്ടുണ്ട്. അതേസമയം അപകടം നടന്ന സ്ഥലത്ത് നിന്ന് വിമാനത്തിന്റെയും കെട്ടിടത്തിന്റെയും അവശിഷ്ടങ്ങൾ നീക്കുകയാണ്. അഹമ്മദാബാദിൽ വിമാനാപകടം നടന്ന സ്ഥലത്ത് നിന്നും ഉണ്ണി കെ വാര്യർക്കൊപ്പം ജിഷ്ണു കൃഷ്ണൻ, ജനം.